ഹലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അരിമുറുക്കാണ്. അതിനായിട്ട് ഞാൻ എന്താ 1 കിലോ പച്ചരി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതായത് സാദാ പച്ചരി, വറുത്തതൊന്നുമല്ല, കുതിർത്ത് പൊടിപ്പിച്ചത്. പിന്നെ അതിന് നാഴിയും ഇച്ചിരി കൂടെ ഉഴുന്ന്, അത് വറുത്ത് പൊടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ചേർക്കാം. പിന്നെ അതിനാവശ്യമായ ഉപ്പ്, അതിനാവശ്യമുള്ള ഉപ്പ്. ഇനി ചെറിയ ജീരകം കൂടെ ചേർക്കണം. ഒക്കെ അരയ്ക്കുന്നില്ലേ, അതേ ജീരകം. എന്താ ജീരകം കൂടെ ഇട്ട് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിയുടെയൊക്കെ ഒരു പരുവം പോലെ, കാരണം അച്ചിനകത്തൂടെ വീഴുന്ന രീതിയിൽ, നമ്മുടെ മുറുക്കിൻ്റെ അച്ചിനകത്തൂടെ താഴോട്ട് നല്ല രീതിയിൽ വരുന്ന ആ രീതിയിൽ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്, നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. മാവ് കുഴച്ച് കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഓണത്തിനൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇതാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ലതുപോലെ ഇച്ചിരി സമയം എടുക്കും ഒന്ന് കുഴച്ചെടുക്കാൻ. ഇത് മാവിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടാണ്. നമുക്ക് ഉഴുന്ന് എപ്പോഴും ഇച്ചിരി അരി തോനെയും ഉഴുന്ന് അതനുസരിച്ച് വേണം ഇടുന്നത്. അതായത് ഉഴുന്ന് ഇച്ചിരി കൂടിയെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഉഴുന്ന് നല്ലതുപോലെ ഇന്ന് ചുമക്ക കളറിൽ വറുത്തെടുക്കണം. എന്നിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. നമ്മുടെ മാവൊക്കെ ഈ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ഇതാണ് ഇതിൻ്റെ പരുവം. ഇത് നല്ല സോഫ്റ്റാണ്. അതാ നോക്കാം, ഇതൊക്കെ ഉണ്ടാകും നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും വെക്കണ്ട. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അച്ചിനകത്താക്കി ചുറ്റിച്ചെടുത്ത് ഫ്രൈ ചെയ്ത് കോരാം. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെക്കാം. ഞാൻ ഒരു ഇരുമ്പേട്ടിയാണ് വെച്ചേക്കുന്നത്. നമുക്ക് എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കാൻ നല്ലത് ഇരുമ്പേട്ടിയാണ്. നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്കത് ചുറ്റിച്ചെടുക്കാം. ഇതാണ് അച്ച്. ഇതാണ്ട ഈ സ്റ്റാറിൻ്റെ കൂട്ടിരിക്കുന്ന ഇതാണ് നമ്മുടെ മുറുക്കുണ്ടാക്കാനുള്ള അച്ച്. ഇത് നമുക്ക് ഇതിലോട്ടിട്ടിട്ട് മാവിട്ട് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ഇത് പൊട്ടിപ്പോവും. നല്ലതുപോലെ ഇങ്ങനെ നമ്മൾ ക്ഷമ കാണിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലാതെ എളുപ്പം പണി നടത്താമെന്നും പറഞ്ഞ് നമ്മൾ മുറുക്കുണ്ടാക്കാൻ വരരുത്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടേ തൊടാവൂ കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. എണ്ണ നല്ലോണം ചൂടായി കിടക്കുകയല്ല. ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ടാണ് ഈ 2 എണ്ണം ഉണ്ടാക്കുന്നത്. വലിയ ചട്ടിയാണെങ്കിൽ 3-4 എണ്ണം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ മുറുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരി മാറ്റാം. ഒരുപാടിട്ട് കരിക്കരുത്. ഇതാണ് പരുവം. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ചുറ്റിച്ചെടുത്ത് മുറുക്കാക്കി എടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അരിമുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്